തെരഞ്ഞെടുപ്പിന്റെ അവസാന പാദത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കേരളത്തിലെ സിപിഎമ്മും അവരുടെ മുഖ്യ ശത്രുവായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രഖ്യാപിക്കുകയും ബിജെപി നടത്തുന്നതിനേക്കാൾ മോശമായ രീതിയിൽ രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുകയും ചെയ്യണം. 2019 ഇലക്ഷനിൽ സിപിഎമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ ഒരു എഡിറ്റോറിയൽ എഴുതിയിരുന്നു. ഇതേ വാചകം മുഖ്യമന്ത്രി പറയാതെ വച്ച വാക്കുപയോഗിച്ചുകൊണ്ട് ഉള്ളൊരു എഡിറ്റോറിയൽ എഴുതിയിരുന്നു. അന്ന് ഇന്നത്തെ വ്യവസായ മന്ത്രി ശ്രീ പി രാജീവായിരുന്നു ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ. വലിയ പ്രതിഷേധം വന്നു കഴിഞ്ഞപ്പോൾ അത് മാപ്പ് പറഞ്ഞ് തടിയൂരുകയാണ് ഉണ്ടായത്. അന്ന് മാപ്പ് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട ആളാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഈ പ്രസംഗം എഴുതി കൊടുക്കുന്ന ആൾ. അപ്പൊ ഇവരെല്ലാവരും ബിജെപിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ബിജെപി ഭയത്തിലാണ് മുഖ്യമന്ത്രി ജീവിക്കുന്നത്. ബിജെപിയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരായി നിരന്തരമായി കഴിഞ്ഞ 35 ദിവസമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ അന്നു മുതൽ മുഖ്യമന്ത്രിക്ക് എപ്പോഴും അങ്ങനെയാണ്. കാരണം മോഡിയെ വിമർശിക്കാതിരിക്കാനുള്ള വഴികളാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. 2022 പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്ന സമയത്ത് അവിടെ പങ്കെടുത്ത ദേശീയ നേതാക്കളെല്ലാം ബിജെപിയെയും നരേന്ദ്രമോദിയെയും രൂക്ഷമായി വിമർശിച്ചിട്ടും അവിടെ നടത്തിയ പ്രസംഗത്തിൽ മോഡിയെ വിമർശിക്കാത്ത ബിജെപിയെ വിമർശിക്കാത്ത ഏക സിപിഎം നേതാവ് ശ്രീ പിണറായി വിജയനായിരുന്നു. അദ്ദേഹം ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. അദ്ദേഹം ബിജെപിയെ ഭയന്നാണ് ഭരിക്കുന്നത്. നമ്മളൊരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്, കസവ് കെട്ടിയ പേടിത്തൊണ്ടന്മാർന്നു. മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ വലിയ കൊമ്പത്തെ ആളാണ്, പക്ഷെ മനസ്സ് മുഴുവൻ പേടിയാണ്. അതൊരു പ്രയോഗമാണ്. അങ്ങനെ ഒരു കസവ് കെട്ടിയ പേടിത്തൊണ്ടനായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കണ്ണൂരിൽ 26-ാം തീയതി ഞങ്ങൾക്ക് നേരെ എറിയാനിരുന്നിരുന്നൊരു ബോംബ് സിപിഎംകാരുടെ കയ്യിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ചു. പിന്നെ വടകരയിലെ സ്ഥാനാർത്ഥി കൊണ്ടുവന്ന ഒരു നുണബോംബ് ചീറ്റിപ്പോയി. ഇപ്പോ ഇലക്ഷൻ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അവര് ഇപ്പോ വീടുകളിൽ ചെന്ന് പോളിംഗ് നടത്തുമ്പോൾ ആ പോളിംഗിൽ ഇടപെടാൻ വേണ്ടി സിപിഎം ശ്രമിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർ അതിന് കൂട്ടുനിൽക്കുകയാണ്. ഞാൻ 2 പ്രാവശ്യം ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കത്തെഴുതി. ഒരു നടപടിയും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടില്ല. സുതാര്യമായിട്ടല്ല താഴെത്തട്ടിലെ ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. വീടുകളിൽ പോയി വോട്ട് വാങ്ങിക്കുമ്പോൾ സീൽഡ് ബാലറ്റ് ബോക്സിൽ സീൽഡ് കവർ വാങ്ങിച്ച സീൽഡ് ബാലറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. ഇത് തുണി സഞ്ചിയിലാണ് ഇത് തൂക്കിക്കൊണ്ടുപോകുന്നത്. അതിന്റെ കൃത്യമായ പരാതികൾ കൊടുത്തിട്ട് പോലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇടപെട്ട് ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ ഉള്ളത്. ഇവിടെ നടത്തുന്ന പ്രചരണത്തിൽ ഇപ്പോ വടകരയിൽ ഒരുപാട് പേർക്കെതിരെ കേസെടുക്കുകയാണ്. ഒരുപാട് പേർക്കെതിരെ സൈബർ ആക്രമണം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്ത ആളുകൾക്കെതിരാണ് കേസെടുക്കുന്നത്. ഇതുവരെ വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായി എന്ത് ആക്ഷേപമാണ് സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചതെന്നുള്ളതിന്റെ ഒരു കോപ്പി പോലും ആരും കണ്ടിട്ടില്ല. അവര് പോലീസ് കൊടുത്ത പരാതിയിലില്ല. ഞാൻ കുറെ ദിവസമായി അന്വേഷിക്കുകയാണ് ഇത് എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ പോസ്റ്റ് ചെയ്ത്. ഒരു പോസ്റ്റും കാണാനില്ല. അതിനു പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ടിൽ അഴിമതി കാണിച്ചു എന്ന് പോസ്റ്റിട്ട പാലോടിലെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരായിട്ട് കേസെടുത്തു. എന്താണ് നരേന്ദ്രമോദിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തി എന്ന് പറഞ്ഞിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ദേശീയതയ്ക്ക് വേണ്ടിയിട്ടും ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് മോഡി ഭരണകൂടം പ്രവർത്തനം നടത്തുന്നത് എന്ന് വിമർശിച്ച കോൺഗ്രസ് സ്പോക്സ് പേഴ്സൺ ഷെമാ മുഹമ്മദിനെതിരായി കേസെടുത്തു. മോഡിയെ വിമർശിക്കാൻ പാടില്ല കേരളത്തിൽ. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും മോഡിയെക്കെതിരായി സംസാരിച്ച കേസെടുക്കില്ല. പക്ഷെ കേരളത്തിൽ മോഡിക്കെതിരെ സംസാരിക്കുകയോ മോഡിക്കെതിരെ പോസ്റ്റ് ഇടുകയോ ചെയ്താൽ ഇത് രാഹുൽ ഗാന്ധി അടക്കമുള്ള മുഴുവൻ നേതാക്കളും മുഴുവൻ ദേശീയ നേതാക്കളും ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഇലക്ട്രൽ ബോണ്ടിലെ അഴിമതിയെക്കുറിച്ച് ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും അവരിപ്പോഴും ആ നരേന്ദ്രമോദിക്കെതിരായി ഇത് ഇട്ടു എന്ന് പറഞ്ഞ് കേസെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊടുത്ത പരാതി 10ാമത്തെ പരാതിയാണ് ഞാൻ ഇന്നലെ കൊടുത്തത്. ഒരു പരാതിയിലും ഇതുവരെ കേസെടുത്തിട്ടില്ല. കേസെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. 20 വർഷം മുമ്പ് മരിച്ചുപോയ എന്റെ മാതാപിതാക്കളെ വരെ അപമാനിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന്റെ താഴെ. എന്നിട്ട് പോലും ഒരു കേസ് കൊടുത്തിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദിയെ തുടരുന്നു.
ഇപ്പൊ നരേന്ദ്രമോദിക്കെതിരായിട്ട് ആരോപണം പോലും ഉന്നയിക്കാൻ കേരളത്തിൽ സ്വാതന്ത്ര്യമില്ലാത്ത സംസ്ഥാനമാക്കി ഇദ്ദേഹം മാറ്റിയിരിക്കുകയാണ് കേരളത്തെ. അതാണ് ഞാൻ പറഞ്ഞത്, ഭയന്നാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. അല്ല, അത് എനിക്ക് തോന്നുന്നത് ജയരാജൻ ആ വിഷയം ഒന്നും കൂടി സജീവമാക്കാൻ വേണ്ടിയിട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. മാസപ്പടി വിവാദത്തിലെ പ്രശ്നം എന്ന് വെച്ചാൽ 12ഓളം സ്ഥാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു. ആ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഈ കമ്പനി അവർക്ക് ഒരു സേവനവും ചെയ്തു കൊടുക്കാതെയാണ്, ഒരു സർവീസും. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ കമ്പനി ഉണ്ടാക്കുന്നതിന് ഞങ്ങളെതിരല്ല, ആർക്കും ഉണ്ടാക്കാം. അവർ വേറൊരു കമ്പനിയായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് ഞങ്ങളെതിരല്ല. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താ, കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട കമ്പനിയും കോൺട്രാക്റ്റിൽ ഏർപ്പെടാത്ത കമ്പനികളും ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചിട്ടുണ്ട്. കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട കമ്പനികൾ പറയുന്നത് അതിൽ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരിക്കുന്ന മൊഴി ഞങ്ങൾക്ക് ഒരു സർവീസും ചെയ്തു തന്നിട്ടില്ലാണ്. ഒരു സർവീസും ചെയ്തു തരാതെ എങ്ങനെയാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത്? 2 സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളുടെ ഫൈൻഡിംഗ് ആണ്. ഒന്ന് ഇൻകം ടാക്സ് ആക്ടിന്റെ കീഴിൽ രൂപീകരിച്ച ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്, 2 കമ്പനീസ് ആക്ടിന്റെ കീഴിൽ രൂപീകരിച്ച ബാംഗ്ലൂരിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ഈ 2 സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിംഗ് ആണ് ഇല്ലീഗൽ ആയിട്ടുള്ള, നിയമവിരുദ്ധമായിട്ടുള്ള മണി ട്രാൻസ്ഫർ ആണ് ഈ അക്കൗണ്ടിലേക്ക് നടന്നിരിക്കുന്നത്. അത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടു. അതിന് പാൽപ്പൊടി കഴിച്ചിട്ടാണ് വളർന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഞ്ഞി കുടിച്ചിട്ടാണ് വളർന്നതെന്നുള്ള അല്ലല്ലോ വിഷയം. അഴിമതിയാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഇവരുടെ പിതാവ് വലിയ പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ട്രാൻസാക്ഷൻ നടന്നത്. അല്ല, നിങ്ങൾ ആരെങ്കിലും അക്കൗണ്ടിലേക്ക് ആരെങ്കിലും വെറുതെ പൈസ തരുമോ? എന്റെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും വെറുതെ പൈസ തരുമോ? ഇതാണ് പ്രശ്നം. അതാണ് ആ കേസ്. അപ്പൊ ജയരാജൻ ഒന്നും കൂടി അത് സജീവമാക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അതായത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് തൃശൂർ പൂരം. കോടതി പോലും ഇടപെട്ട് അത് പരമ്പരാഗതമായ രീതിക്ക് ഭംഗം വരാതെ അത് നടത്തിക്കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്തതാണ്. എന്തിനാണ് ഈ പോലീസ് ഒരു അനധികൃതമായി ഇടപെടുന്നത്, അതിനകത്ത് ഇടപെടുന്നത്? കോടതി ഇടപെട്ട് കോടതി സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി തീർത്ത ഒരു വിഷയത്തിൽ പോലീസിനെ ഇടപെടിച്ച് ബിജെപിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ ഇന്നലെ ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ, കരുവന്നൂർ ബാങ്കിന്റെ കേസിലുമായി ബന്ധപ്പെട്ട് മുഴുവൻ CPM നേതാക്കന്മാരെയും ബിജെപി ED വഴി വിരട്ടി നിർത്തിയിരിക്കുക. ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്തില്ല, ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അറസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ള രീതിയിൽ. എന്നിട്ട് അവർ വോട്ട് മറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ആരോപണം ഉന്നയിച്ചല്ലോ. അപ്പൊ അതിന് ബിജെപിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗം തന്നെയാണിത്. ഇത് ഇവര് തമ്മിൽ നടത്തുന്ന ഗൂഢാലോചനകളുടെ ഭാഗമാണ്. അല്ല, ഇത് അന്വേഷണം തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇനിയിപ്പോ ഇലക്ഷന്റെ അവസാന സമയത്ത് ഞങ്ങൾ രണ്ടും ഒന്നല്ല, ഞങ്ങൾ രണ്ടാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നാടകം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ദിവസമല്ലല്ലോ അറസ്റ്റ് ഉണ്ടാകേണ്ടത്. അറസ്റ്റ് എത്ര ദിവസമായി അന്വേഷണം നടത്തുന്നു? 2 സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ് മറ്റേ കേസിൽ വന്നു, മാസപ്പടി കേസിൽ വന്നു. ഈ കേസിൽ എത്ര നാളായി അന്വേഷണം നടത്തുന്നു? CPM നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ 10-300 കോടി രൂപ അടിച്ചു മാറ്റിയ കേസല്ലേ? എന്നിട്ട് മുഖ്യമന്ത്രി ഇന്നലെ പറയാണ് അതിന് പ്രധാനപ്പെട്ട ആളുകളെ ഭയപ്പെടുത്തുന്നു, ചോദ്യം ചെയ്യുന്നു. പ്രധാനപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് പണം വന്നിട്ടുണ്ടെങ്കിൽ അവർ ചോദ്യം ചെയ്യപ്പെടണ്ടേ? ഇത് അന്വേഷിക്കപ്പെടേണ്ട കേസല്ലേ? ഏറ്റവും പാവപ്പെട്ടവന്റെ പൈസ അടിച്ചു മാറ്റിയത്, അതായത് 1 ലക്ഷം രൂപ 10 സെന്റ് സ്ഥലം വെച്ചെടുത്ത ഒരു പാവത്തിന്റെ സ്ഥലം കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് ആ സ്ഥലം തന്നെ വെച്ച് 50 ലക്ഷം പുതുക്കിയെടുത്തു. ഈ പാവപ്പെട്ടവനെ അറിയുന്നില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ 50 ലക്ഷം രൂപയും പലിശയും അടയ്ക്കാൻ വേണ്ടി ഈ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് നോട്ടീസ് പോവാണ്. എത്ര പേരുടെ കേസ് അവിടെ എങ്ങനെയുണ്ട്? സാധാരണക്കാരന്റെ പണമാണ് ഇവർ അടിച്ചു മുഴുവൻ മാറ്റിയത്. 2017 മുതൽ CPM സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും ഇതിനെ സംബന്ധിച്ച മുഴുവൻ വിവരമുണ്ട്. CPM ജില്ലാ കമ്മിറ്റി വച്ച കമ്മീഷൻ ഇതിന്റെ ഫൈൻഡിംഗ് ഉണ്ട്. എന്നിട്ട് ഇതുവരെ ഈ പ്രതികളെ മുഴുവൻ സംരക്ഷിച്ച് നിർത്തിയത് ആരാണ്? മുഖ്യമന്ത്രിക്ക് അറിയാലോ. മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇതിന്റെ മുഴുവൻ തെളിവുകൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് കരുവന്നൂർ ബാങ്കിലെ കൊള്ളക്കാരെ മുഴുവൻ സംരക്ഷിച്ചു നിർത്തിയത്. പാവപ്പെട്ടവന്റെ പണം കൊള്ളയടിച്ചവരാണോ? അല്ല, അതിപ്പോ തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയത്തുള്ള ഷോയുടെ ഭാഗമായിട്ട് ഗിമ്മിക്കുള്ള ഭാഗമായി ഇതൊക്കെ നേരത്തെ ചെയ്യപ്പെടേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ നേരത്തെ ചെയ്യപ്പെടേണ്ടതല്ലേ? ഈ അവസാന ഘട്ടത്തിൽ കാണിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് അന്വേഷിക്കണം. അല്ല, ഞാൻ പറയുന്നത് അത് എല്ലാവരുടെയും കൂടി ഉത്സവമാണ്. അങ്ങ് പറഞ്ഞതുപോലെ സെക്യുലർ ആയിട്ടുള്ള ഒരു ഉത്സവമാണ്. കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ മത ജാതി വിഭാഗങ്ങളിലും പെട്ട ആളുകൾ
എല്ലാവരും അവിടെ ഓടിയെത്തി അതിന്റെ ഭാഗമായി പോകുന്ന കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് കമ്മ്യൂണലൈസ് ചെയ്യാൻ, വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. അതിന് സർക്കാർ കൂട്ടുനിൽക്കുകയാണ്. അതാണ് പ്രശ്നം. സർക്കാർ അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, BJP ഇന്ത്യയിൽ ചെയ്യുന്നത് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് കഴിഞ്ഞ 35 ദിവസമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നത്. കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. അല്ല, എത്ര ഭംഗിയായിട്ട് ഇതിനു മുമ്പ് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി, ഹൈക്കോടതി നേരത്തെ വിധിച്ചിട്ടുണ്ട്. പിന്നെ സുപ്രീം കോടതിയിൽ ആ കേസ് പോയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇരിക്കുന്ന സമയത്ത് എത്ര ഭംഗിയായിട്ടാണ് ആ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്തത്. ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇതെല്ലാം വഷളാക്കി BJPക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. കേരളത്തിൽ UDFും LDFും തമ്മിൽ മത്സരം നടക്കുമ്പോൾ അതിനിടയിൽ BJPക്ക് ഒരു രാഷ്ട്രീയ ഇടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് CPM ശ്രമിക്കുന്നത്. അവരുടെ മുഴുവൻ ലക്ഷ്യം അതാണ്. അന്തിമഘട്ടമായപ്പോൾ അവരുടെ മുഴുവൻ തോക്കും തിരിച്ചു വച്ചിരിക്കുന്നത് കോൺഗ്രസിന് നേരെയും രാഹുൽ ഗാന്ധിക്ക് നേരെയാണ്. അപ്പോഴല്ലേ നരേന്ദ്രമോദി തൃപ്തനാവുള്ളൂ, സന്തോഷമാവുള്ളൂ. അതിനുവേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. എന്റെ ഫോക്കസ് മുഴുവൻ അതാണ്. അതേ അവസരത്തിൽ സംസ്ഥാന സർക്കാർ 1 കോടി ആളുകൾക്കാണ് പെൻഷൻ കൊടുക്കാനുള്ളത്. 55 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, 45 ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷൻ. 1 കോടി ആളുകൾക്ക് പെൻഷൻ കൊടുക്കാതെയാണ് ഈ മാന്യൻ മുഖ്യമന്ത്രി ചമഞ്ഞ് നടക്കുന്നത്. കേരളത്തിൽ ആശുപത്രിയിലും മരുന്നില്ല, മാവേലി സ്റ്റോറിൽ സാധനമില്ല, പെൻഷൻകാർക്കും ജീവനക്കാർക്കും 40,000 രൂപ കുടിശ്ശിക, 16,000 കോടി രൂപ കരാറുകാർക്ക് കുടിശ്ശിക, ഉച്ചക്കഞ്ഞി കൊടുത്തതിന്റെ HMOമാർക്ക് പണം കൊടുക്കാനുണ്ട്. 3/1 ലോക്കൽ ബോഡിക്ക് കൊടുത്തത്. 1 പൈസ കയ്യിലില്ല, 1 പൈസ. ഭരണത്തെക്കുറിച്ചും മിണ്ടാട്ടമില്ല. ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും മിണ്ടാട്ടമില്ല. എങ്ങനെയൊക്കെ ആളുകളെ ബുദ്ധിമുട്ടിക്കുക, അതെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. എന്നിട്ട് ആ ഭരണത്തിന്റെ പരാജയം മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളുമായിട്ട് രാവിലെ ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും ഇലക്ഷൻ കമ്മീഷന് നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനിയും പരാതി കൊടുക്കും. 2-3 നിയോജക മണ്ഡലങ്ങളിലാണ് ഞങ്ങൾ റാൻഡമായിട്ടുള്ള പരിശോധന നടത്തിയത്. അപ്പോൾ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ ഏകദേശം 1,65,000 വോട്ടുകൾ ഡബിൾ വോട്ട് കാണുകയാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ജോലി എന്താണ് ഇവിടെ കേരളത്തിൽ? ഈ വോട്ടുകൾ ക്ലിയർ ചെയ്യണ്ടേ? വളരെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇരട്ടയായിട്ട് വന്നിരിക്കുന്ന വോട്ടുകളെല്ലാം വളരെ ഭംഗിയായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അത് ചെയ്യുന്നില്ല. അത് ചെയ്യാതെ കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കിയാണ്. നമ്മൾ കൊടുക്കുന്ന പരാതികളൊന്നും യുക്തമായ നടപടികൾ ചീഫ് ഇലക്ടറൽ ഓഫീസറും ഇലക്ഷൻ കമ്മീഷനും സ്വീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ പരാതി ഞങ്ങൾക്ക് ശക്തമായിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം കൊടുത്ത പരാതിയാ ഇന്നലെ കല്യാശ്ശേരിയിൽ നടന്ന ഈ കള്ളവോട്ട്, ചെയ്യാൻ പാടില്ലാത്ത വോട്ട്. CPM-കാരനാണ്, ബ്രാഞ്ച് സെക്രട്ടറിയാണ് കയറി വോട്ട് ചെയ്യുന്നത്. കാണിച്ചു കൊടുക്കുകയാണ് എവിടെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന്. പാവപ്പെട്ട ഈ 80-85 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്, വോട്ട് ചെയ്യേണ്ട സ്ഥലം. ഇതാണ് ഞാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് 2 പ്രാവശ്യം പരാതി കൊടുത്ത്. ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്, BLM-മാർ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ട്, എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. ആ ബൂത്ത് ലെവൽ ഏജന്റുമാരെ അറിയിച്ച് അവരുടെ സാന്നിധ്യത്തിലാണ് 85 വയസ്സ് ആരെയെ വോട്ട് ചെയ്യേണ്ടത്. അവർക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. പക്ഷെ അവരുടെ മുമ്പിൽ ഇത് സുതാര്യമാണ് എന്ന് BLM-മാരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പോകുന്ന ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. ഇവർ സഞ്ചിയിലാണ് ഇത് മേടിച്ചുകൊണ്ട് പോകുന്നത്. ഇവർക്ക് വേണമെങ്കിൽ ഈ ബാലറ്റ് പേപ്പർ ഇപ്പോ ഇവിടെ രാജ്മോഹൻ ഉണ്ണിത്താന് വോട്ട് രേഖപ്പെടുത്തിയ ഒരു ബാലറ്റ് പേപ്പർ, ആ ബാലറ്റ് പേപ്പർ ഇവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ അനുഭാവികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വേണമെങ്കിൽ ആ വോട്ട് അസാധുവാക്കാം, അല്ലെങ്കിൽ അത് മായ്ച്ചു കളഞ്ഞിട്ട് വേറെ വോട്ട് അപ്പുറത്തെ സ്ഥാനാർത്ഥിക്ക്, LDF സ്ഥാനാർത്ഥിക്ക് ചെയ്യാം. അത് ഇതിന്റെ ഒരു സീക്രസി ഉണ്ട്, ബാലറ്റിന് ഒരു സീക്രസി ഉണ്ട്. ആ സീക്രസി മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ താഴെത്തട്ടിൽ ഈ പ്രഹസനം നടക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളതിനെ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. അല്ല, അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, അതാണ് പരാതി. ഏകപക്ഷീയാണെന്നല്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യങ്ങൾക്ക് പോലും ഒരു നടപടി എടുക്കുന്നില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇലക്ടറൽ ഓഫീസർ അത് ഇടപെട്ട് സത്യസന്ധവും സുതാര്യവുമായിട്ടാണ്, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനാണ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ചീഫ് ഇലക്ടറൽ ഓഫീസർക്കില്ലേ? അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എവിടെയെങ്കിലും LDF ഭരിക്കുമ്പോഴോ അല്ലെങ്കിൽ UDF ഭരിക്കുമ്പോഴോ ഏതെങ്കിലും ക്രൈസ്തവർക്ക് നേരെയുള്ള ഏതെങ്കിലും ആക്രമണം നടന്നിട്ടുണ്ടോ? ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടക്കുന്നത്
BJP കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ BJPക്കാരാണ് ചെയ്യുന്നത്, സംഘപരിവാർ ശക്തികളാണ് ചെയ്യുന്നത്. 48 മണിക്കൂറായിട്ടില്ല ഹൈദരാബാദ് രൂപതയ്ക്ക് കീഴിലുള്ള ഒരു സ്കൂളിൽ കയറിയിട്ട് ആക്രമിച്ച് മദർ തെരേസയുടെ സ്റ്റാച്യു മറിച്ചിട്ടിരിക്കുകയാണ്. അവിടുത്തെ മാനേജർ അച്ഛനെ ക്രൂരമായി മർദ്ദിച്ചു, സ്കൂൾ മുഴുവൻ അടിച്ചു തകർത്തു. തെലങ്കാന, അന്ന് ഇവിടെ തെലങ്കാന മുഖ്യമന്ത്രിയുണ്ട്, ഞാനും ശ്രീ KC വേണുഗോപാലും തെലങ്കാന മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടു. അദ്ദേഹം നടപടികൾ സ്വീകരിച്ചു, ശക്തമായ നടപടികൾ സ്വീകരിച്ചു. ഇവര് ഈ കാവ്യ വേഷം ധരിച്ചു എന്ന ആളുകളാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്, പ്രധാനമന്ത്രിയുടെ ആളുകളാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. മണിപ്പൂരിൽ 300ഓളം പള്ളികൾ കത്തിച്ചു, 100 കണക്കിന് ആളുകൾ മരിച്ചു, 10,000 ആളുകൾ പലായനം ചെയ്തു. തൃശ്ശൂര് കല്യാണത്തിന് വന്ന ഈ പ്രധാനമന്ത്രി ആ മണിപ്പൂരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയോ? അവിടെ പോയതാകെ രാഹുൽ ഗാന്ധിയാണ് അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ പോയത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ വർത്താനം പറയുകയാണ്. ഇവിടെ വന്നിട്ട് ഇത് ഞാൻ പണ്ട് പറഞ്ഞതുപോലെ പാഷാണം വർക്കിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്. ആളെ കാണുമ്പോ വിധം മാറുകയാണ്. ആളെ കാണുമ്പോ ഏതെങ്കിലും ക്രൈസ്തവർക്ക് നേരെ രാജ്യവ്യാപകമായി ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻ സ്വാമി ജയിലിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടാണ് കൊല ചെയ്യപ്പെട്ടത്. 100 കണക്കിന് പാസ്റ്റർമാരും വൈദികരും, മലയാളികളായ വൈദികന്മാര് ജയിലിലാണ്. മലയാളിയായ ഒരു വൈദികനാണ് ഇവരെ ആക്രമിച്ചത്, കഴിഞ്ഞ ദിവസം ആക്രമിച്ചത്. എത്ര സംഭവങ്ങൾ. ദേശാഭിമാനി ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്, തെലങ്കാന ഗവൺമെന്റ് നടപടി സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ എഡിറ്റോറിയലുണ്ട് ദേശാഭിമാനിയുടെ. അതേ പത്രത്തിന്റെ 11ാം പേജിൽ എഴുതിയിട്ടുണ്ട് അവിടെ 12 പേരെ അറസ്റ്റ് ചെയ്തെന്ന്. അത് റിപ്പോർട്ടർ ഇട്ടത് എഡിറ്റോറിയൽ എഴുതിയ ആളറിഞ്ഞില്ല. ഗവർണർമാരോടുള്ള സമീപനം സംസ്ഥാനങ്ങളുടെ, പ്രത്യേകിച്ച് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഒക്കെ ഭരണഘടനയ്ക്കെതിരാണ്. ഗവർണറെ വിമാനത്താവളത്തിൽ തടയുന്ന നടപടി വരെയാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്, പ്രതിപക്ഷം ചെയ്യുന്നതൊക്കെയാണ്. അല്ല, ഞങ്ങളാരും ഗവർണറെ തടയാൻ പോയിട്ടില്ല. ഗവർണറെ തടയുന്നതിനോട് അങ്ങനെ യോജിപ്പില്ല, ഞങ്ങൾക്ക് യോജിപ്പില്ല. രാഷ്ട്രീയമായോ നിയമപരമായോ നേരിടണം. ഗവർണറെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവർണറെ നേരിടണം. കേരളത്തിൽ കാണുന്നത് പ്രഹസനമാണ്. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ സന്ധി ചെയ്തുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഗവൺമെന്റ് പ്രതിസന്ധിയിലാവുമ്പോൾ മാത്രമാണ് ഗവർണർ ഒരു വിവാദമായിട്ട് വരുന്നത്, സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. സമാധാന കാലത്ത് ഇവർ തമ്മിൽ യോജിപ്പാണ്. ഇടാത്ത ബില്ലൊപ്പിടും, ഇടാത്ത കാര്യങ്ങൾ. ഇപ്പോ പഴയ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മണികുമാറിന്റെ പേര് ഞങ്ങൾ ഒബ്ജക്ട് ചെയ്തിരുന്നു, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട്. അത് മാറ്റിവെച്ചിരുന്നു ഗവർണർ. ഇവര് തമ്മിൽ ധാരണയപ്പോൾ അത് ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ ഇവര് എല്ലാ സർവകലാശാലകളിലെയും നിയമവിരുദ്ധമായ വൈസ് ചാൻസലർ നിയമനങ്ങൾ നടന്നത് നിയമവിരുദ്ധമായി ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. അത് പ്രധാനമന്ത്രിക്ക് അറിയില്ലെന്നോ? ഇലക്ട്രൽ ബോണ്ട് അല്ലല്ലോ പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് BJPയും കോൺഗ്രസും വാങ്ങിയതിനെ ഒരുപോലെ CPM വിമർശിക്കുകയാണ്. മനസ്സിലായി? ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുകയല്ലേ. ഞങ്ങൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി വാങ്ങിയെന്നുള്ള പരാതി എന്താ? BJPക്കെതിരായിട്ടുള്ള പരാതി എന്താ? BJP വ്യവസായ സ്ഥാപനങ്ങളിൽ ആളുകളെ വിട്ട് EDയെയും CBIയെയും വിട്ട് റെയ്ഡ് നടത്തി സെറ്റിൽ ചെയ്ത് 500 കോടി 1000 കോടിയൊക്കെ വെച്ച് വാങ്ങിച്ച് വലിയ എമൗണ്ട് വാങ്ങിച്ചെന്നാണ്. ഞങ്ങൾക്ക് പണം തന്നിട്ടുണ്ട് കമ്പനികൾ, അത് രേഖയിലുള്ളതല്ലേ, ഇലക്ട്രൽ ബോണ്ടുള്ള. അതേ കമ്പനികൾ CPMന് പണം കൊടുത്തിട്ടുണ്ട്. CPM 2017 തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ ഈ ഇലക്ട്രൽ ബോണ്ട് നൽകിയ കമ്പനികളായ നവയുഗ എഞ്ചിനീയറിംഗിൽ നിന്ന് 30 ലക്ഷം, ഹെറ്ററോ ഡ്രഗ്സിൽ നിന്ന് 5 ലക്ഷം രൂപയും സംഭാവന സ്വീകരിച്ചിട്ടുണ്ട്. 2019 നൽകിയ റിപ്പോർട്ടിൽ ഈ ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെട്ട നാറ്റ്കോ ഫാർമ ലിമിറ്റഡിൽ നിന്ന് 20 ലക്ഷം രൂപ സംഭാവനയായി സ്വീകരിച്ചിട്ടുണ്ട്. 21 നൽകിയ റിപ്പോർട്ടിൽ നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നിന്ന് 2 തവണയായി 50 ലക്ഷം രൂപ കൈപ്പറ്റി. 2022 മേഗ ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നും 25 ലക്ഷം രൂപ, ഡോക്ടർ റെഡീസ് ലാബറട്ടറിയിൽ നിന്നും 5 ലക്ഷം, നാറ്റ്കോ ഫാർമയിൽ നിന്ന് 25 ലക്ഷം, അറബിന്ദോ ഫാർമയിൽ നിന്ന് 15 ലക്ഷവും വാങ്ങിയിട്ടുണ്ട്. ഇത് രേഖകളാണ്. അല്ല, ഇത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച അതേ കമ്പനിയുടെ, അതായത് ഞങ്ങൾ കവറിൽ മേടിച്ചു, നിങ്ങൾ കവറില്ലാതെ മേടിച്ചു എന്ന് പറഞ്ഞാൽ വ്യത്യാസമല്ലേ ഉള്ളൂ. അതാ പറഞ്ഞത്. വിമർശിക്കാൻ ഒരു അധികാരമില്ല, മനസ്സിലായില്ലേ? ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് മേടിച്ചു, നിങ്ങൾ പോയിട്ട് നേരെ കയ്യിൽ മേടിച്ചു എന്ന് പറയണമുള്ള വ്യത്യാസമുള്ളൂ. ഈ പറയുന്ന ഞങ്ങൾക്കും അവർക്കും പണം തന്നു എന്ന് പറയുന്ന ഈ കമ്പനികളുടെ കയ്യിൽ നിന്ന് CPM പണം മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ മേടിച്ചത് അക്കൗണ്ട് വഴിയാണ് മേടിച്ചത്, ഇത് മനസ്സിലായില്ലേ? കൃത്യം അക്കൗണ്ട് വഴി ഇലക്ട്രൽ ബോണ്ട് രാജ്യത്തുണ്ടാക്കിയ ഒരു സിസ്റ്റം ഞങ്ങൾ അതിനെ എതിർത്തിട്ടില്ല. ഇലക്ട്രൽ ബോണ്ടിനെ BJP ഞങ്ങൾ വിമർശിക്കുന്നത് എന്തിനാ? ഇലക്ട്രൽ ബോണ്ട് ഭീഷണിപ്പെടുത്തി, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് പണം മേടിക്കുന്നതിനാണ് BJP എതിർത്തിട്ടുള്ളത്. കാരണം അതിന്റെ രേഖകളാണ് കോൺഗ്രസ് നേതൃത്വം, ദേശീയ നേതൃത്വം ഹാജരാക്കിയത്. ED റെയ്ഡ് നടന്ന ദിവസം, CBI റെയ്ഡ് നടന്ന ദിവസം ഈ റെയ്ഡ് നടന്ന കമ്പനി
അവരിൽ നിന്ന് 500 കോടി 300 കോടിയൊക്കെ BJPയുടെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ് അത് വെച്ചോണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇവര് BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ട് CPM വന്ന് കോൺഗ്രസും BJPയും ഒരുപോലെയാണെന്ന് പറഞ്ഞതാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് അതേ ആളുകളുടെ കയ്യിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത കമ്പനികളിൽ നിന്ന് ഇവരും പണം മേടിച്ചിട്ടുണ്ട്. അതല്ലേ വ്യത്യാസം എന്താ? ആ പറയണതിന് എന്ത് യുക്തിയുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇലക്ട്രൽ ബോണ്ട് മേടിച്ച കമ്പനിയിൽ നിന്ന് തന്നെ പൈസ മേടിച്ചിട്ടുണ്ട് ഇവര്. സംശയം എന്താ?